UDF പ്രവർത്തകന്മാർ മാത്രമല്ല, വിശ്വാസികൾ മാത്രമല്ല, UDFനെ പിന്തുണയ്ക്കുന്നവർ മാത്രമല്ല, നല്ല കമ്മ്യൂണിസ്റ്റുകാരായ ആളുകളും ധാരാളം UDFന് വോട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കാലത്തും ഉണ്ടാകാത്ത നിലയിലായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം CPM നേതാക്കന്മാർ UDFിലേക്ക് വരാനുള്ള താല്പര്യം കാണിച്ചത്. ഐഷ പോറ്റിയിലാണ് ആദ്യം തുടങ്ങിയത്. ഐഷ പോറ്റിയെ പോലെ സമ്മതയായ ഒരു രാഷ്ട്രീയ നേതാവ് അവര് CPMൽ രാജിവെച്ച് UDFിൽ കോൺഗ്രസിൽ ചേരുകയുണ്ടായി. അത് കഴിഞ്ഞപ്പോഴാണ് G സുധാകരൻ ആലപ്പുഴ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വളർത്തിയെടുത്ത ത്യാഗധനനായ അഴിമതി രഹിതനായ G സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ അദ്ദേഹത്തെ പിന്തുണച്ചു. പയ്യന്നൂരിലുണ്ടായ സംഭവം, രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ച പാർട്ടി നേതൃത്വത്തിനും അവിടുത്തെ MLAക്കുമെതിരെ സംസാരിച്ച കുഞ്ഞികൃഷ്ണനെ ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഇന്നിപ്പോൾ വിജയത്തിന്റെ പാതയിലാണ് അദ്ദേഹം. തളിപ്പറമ്പിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഒരു സെക്രട്ടറിയും ചെയ്യാത്ത കാര്യമാണ് സ്വന്തം ഭാര്യയ്ക്ക് ടിക്കറ്റ് കൊടുത്ത് അദ്ദേഹം ഒഴിയുന്ന സീറ്റിൽ ടിക്കറ്റ് കൊടുത്ത് മത്സരിപ്പിച്ചത്. മലമ്പുഴയിൽ VS അച്യുതാനന്ദന്റെ സന്തത സഹചാരിയായിരുന്ന സുരേഷ് പുറത്തു വന്ന് കൈപ്പത്തിയിൽ മത്സരിക്കാൻ തീരുമാനിച്ചു. മലമ്പുഴയിലെ ഭൂരിപക്ഷം നിങ്ങൾക്കൊന്ന് വിലയിരുത്താം. CPMന്റെ PK ശശിയെ പോലെ പാലക്കാട് ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി സംഭാവനകൾ നൽകിയ വ്യക്തിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു. അതുപോലെയാണ് നിരവധിയായ പാർട്ടി നേതാക്കന്മാരും പ്രവർത്തകന്മാരും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി മുന്നോട്ട് വന്നു.